നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പത്മജ വേണുഗോപാലിനെ ബി ജെ പിയും കൈവിട്ടു. കോൺഗ്രസിൽ നിന്നും ഇറങ്ങി ബി ജെ പിയിലെത്തുമ്പോൾ പത്മജയ്ക്ക് അനേകായിരം സ്വപ്നങ്ങളായിരുന്നു. ഗവർണർ സ്ഥാനം ഉൾപ്പെടെ രാജ്യസഭാംഗം ഉൾപ്പെടെ നിരവധി ഓഫറുകൾ പത്മജയുടെ മുന്നിൽ ഉണ്ടായിരുന്നു അത്രേ. എന്നാൽ ബി ജെ പിയിലെത്തിയ ശേഷം അതൊന്നും നിറവേറ്റാൻ ബി ജെ പി നേതൃത്വം യാതൊരു താല്പര്യവും എടുത്തില്ല. ഇതിൽ പത്മജ അസ്വസ്ഥയുമായിരുന്നു. ഇനി തൃശൂരിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന ഒരു ആഗ്രഹവും പത്മജയ്ക്കുണ്ടായിരുന്നു. അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി താൻ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് പത്മജയ്ക്ക് ഉറപ്പുമുണ്ടത്രേ. എന്നാൽ തൃശൂർ സീറ്റ് പത്മജയ്ക്ക് നൽകാൻ ബി ജെ പി ഒരുക്കമല്ലെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജയിക്കാൻ പറ്റുന്ന സീറ്റിൽ ബി ജെ പിയുടെ ഏറ്റവും പ്രഗത്ഭരായ പ്രശസ്തരായ നേതാക്കൾ ആരെങ്കിലും നിൽക്കും. പത്മജയെ പോലൊരാൾക്ക് അപ്രധാനമായ ഒരു സീറ്റ് നൽകാനാണ് ബി ജെ പി നേതൃത്വം ഉദ്ദേശിക്കുന്നത് അത്രേ. ബി ജെ പിയുടെ മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറിന് വേണ്ടി തൃശൂർ സീറ്റ് മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. അനീഷ് കുമാർ വളരെ പ്രഗത്ഭനായ ബി ജെ പി നേതാവാണ്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. തൃശൂരിലെ ബി ജെ പിക്കാരിൽ ഏതാണ്ട് ഭൂരിപക്ഷവും അദ്ദേഹത്തിന്റെ അനുയായികളാണ്. അവർക്കിടയിൽ കനത്ത സ്വാധീനവും അനീഷ് കുമാറിനുണ്ട്. അപ്പോൾ അനീഷ് കുമാറിനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാർട്ടി നേതൃത്വം. അപ്പോഴാണ് പത്മജ വേണുഗോപാൽ തന്റെ സീറ്റ് ചോദിക്കുന്നത്. കോൺഗ്രസിലായിരുന്നപ്പോൾ തൃശൂർ പത്മജയുടെ സ്വന്തം സീറ്റാണെന്ന് പറയാം. പക്ഷെ ബി ജെ പിയിൽ അങ്ങനെയൊന്നുമില്ലെന്നും ബി ജെ പിയുടെ നേതൃത്വമാണ് ആര് ഏത് സീറ്റിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നതെന്നും കോൺഗ്രസിലെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ലെന്നുമാണ് ബി ജെ പി നേതൃത്വം പത്മജയോട് പറഞ്ഞതത്രേ. ഇതോടെ പത്മജ സ്തബ്ധയായി പോയി. തൃശൂരിൽ മത്സരിച്ച് ജയിച്ച് കോൺഗ്രസുകാർക്ക് മുന്നിൽ ഞെളിഞ്ഞു കിടക്കാമെന്നാണ് പത്മജ വേണുഗോപാൽ ആഗ്രഹിച്ചത്. തൃശൂർ സീറ്റിൽ പലതവണ കോൺഗ്രസുകാർ തന്നെ കാലുവാരിയെന്നും അവരുടെ കാലുവാരൽ കൊണ്ടാണ് താൻ തോറ്റതെന്നും പത്മജ വേണുഗോപാൽ പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. അത് ഒരു പരിധിവരെ ശരിയായിരുന്നതാണ്. പക്ഷെ ബി ജെ പിയിലെത്തിയപ്പോൾ തനിക്ക് നൽകിയ ഓഫറുകളൊന്നും പാർട്ടി പാലിക്കാതിരുന്നതിൽ പത്മജയ്ക്ക് വലിയ മനസ്താപമുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നും അവർ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള സൂചനയാണ് ആദ്യം ഉണ്ടായത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതോടുകൂടി ബി ജെ പിക്കാർക്ക് മാത്രമേ, ഉറച്ച ബി ജെ പി നേതാക്കൾക്ക് മാത്രമേ രാജ്യസഭയിലേക്ക് അവസരം നൽകൂ എന്നൊരു നിബന്ധന പാർട്ടി കൊണ്ടുവന്നു. പിന്നീട് അവരെ ഗവർണറാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഗവർണറാക്കാനും തയ്യാറായില്ല. കാരണം തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് കേരളത്തിൽ പൊതുവെ ബി ജെ പിക്ക് ഒരു പുതിയ മുഖമുണ്ടായ സ്ഥിതിക്ക് പത്മജയെ കൂടി ഗവർണറാക്കേണ്ട ആവശ്യമില്ലെന്നുള്ള നിലപാടിലാണ് ദേശീയ നേതൃത്വം എത്തിച്ചേർന്നത്. ഏതായാലും ഉത്തരത്തിൽ ഇരിക്കുന്നത് കിട്ടിയില്ല, കഷത്തിൽ ഇരിക്കുന്നത് പോയി എന്നുള്ള അവസ്ഥയിലാണ് പത്മജ ഇപ്പോൾ. അവസാന പ്രതീക്ഷയായിരുന്നു അവർക്ക് തൃശൂരിലെ നിയമസഭാ സീറ്റ്. തൃശൂർ നിയമസഭാ സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ താൻ ജയിക്കുമെന്ന് അവർ ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞെങ്കിലും തൃശൂർ സീറ്റ് നോക്കണ്ട, അവിടെ മത്സരിക്കാൻ വേറെ ബി ജെ പി നേതാവുണ്ടെന്നുള്ള സന്ദേശമാണത്രേ പത്മജയ്ക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ വളരെ ഇച്ഛാഭംഗമാണ് ഇപ്പോൾ പത്മജയ്ക്കുള്ളതെന്നും ചിലപ്പോൾ അവർ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയേക്കുമെന്നും പോലും ചില ബി ജെ പി നേതാക്കൾ തമാശയായി പറയുന്നുണ്ട്. ഏതായാലും തൃശൂർ സീറ്റ് കിട്ടാത്തതിൽ പത്മജ വളരെ ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ വളരെ എതിർപ്പ് വരുത്തിയിട്ടുണ്ട് അവർ. പക്ഷേ അതൊന്നും പരസ്യമായി പറയാൻ അവർക്ക് കഴിയുന്നുമില്ല. കാരണം ബി ജെ പിയിലെ ഒരു പുതിയ മുഖമാണ് അവർ. അതുകൊണ്ട് ആ പ്രക്ഷുബ്ധതയും നിരാശയുമെല്ലാം മനസ്സിൽ അടക്കി വെക്കാനേ ഇപ്പോൾ പത്മജയ്ക്ക് സാധിക്കുകയുള്ളൂ. തൃശൂർ സീറ്റ് ഏതായാലും പത്മജ വേണുഗോപാൽ നൽകില്ല എന്ന് ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ ഇച്ഛാഭംഗത്തിലാണ് പത്മജ വേണുഗോപാൽ. കോൺഗ്രസ് വിട്ടത് അബദ്ധമായോ എന്നുള്ളൊരു സൂചന പോലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തോന്നൽ പോലും ഇപ്പോൾ പത്മജയ്ക്ക് ഉണ്ടെന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്.